ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് അൽബിയൻ ടോക്സിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ട് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് 5 R's ഇൻ MLM. അതായത് MLM ഇൻഡസ്ട്രിയിലെ അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ 5 പ്രധാനപ്പെട്ട ആറുകളെ കുറിച്ചിട്ടാണ്. ആറെന്ന് കേൾക്കുന്ന സമയത്ത് ചില ആളുകൾ പറയും തോട്, അരുവി. ആ ആറല്ല ഉദ്ദേശിക്കുന്നത്, ലെറ്ററാണ് ആർ. ആറിൽ തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഒട്ടും വൈകാതെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ്. വീഡിയോയിലേക്ക് പോയേക്കാം. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആറെന്ന് വിശേഷിപ്പിക്കുന്നത് അത് റീറ്റെയിലാണ്. എന്താണ് റീറ്റെയിൽ? വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരുപാട് കമ്പനികൾ ആ കമ്പനികളുടെ ഒരു സ്ട്രാറ്റജി ആയിട്ടും കാണുന്ന ഒരു കാര്യമാണ് റീറ്റെയിൽ. അതിൻ്റെ ഭാഗമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് വളരെ ചുരുങ്ങിയ ഒരു വേർഡ്സിൽ റീറ്റെയിലിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ, അത് ഏത് പ്രൊഡക്റ്റും ആയിക്കോട്ടെ, അത് ഏത് സർവീസും ആയിക്കോട്ടെ, ആ പ്രൊഡക്റ്റിന് ഒരു MRP റേറ്റ് ഉണ്ടാവും, ഒരു DP റേറ്റ് ഉണ്ടാവും, ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് എന്നുള്ള രീതിയിൽ ഒരു റേറ്റും കൂടി ഉണ്ടാവും. ആ ഒരു ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിനാണ് ഒരു MLM കമ്പനിയുടെ ഭാഗമായിട്ട് മാറുന്ന ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നവർക്ക് പ്രൊഡക്റ്റും സർവീസും കിട്ടുന്നത് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിന്. ഈ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിന് കിട്ടിയ ഈ പ്രൊഡക്റ്റുകൾ ഏതൊരു വ്യക്തിക്കും MRP റേറ്റിന് മാർക്കറ്റിൽ റീറ്റെയിൽ ചെയ്യാം, ആളുകൾക്ക് കൊടുക്കാം, വിൽക്കാം. അങ്ങനെയുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. അതിനെയാണ് റീറ്റെയിൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മൾക്ക് കിട്ടിയ പ്രൊഡക്റ്റുകൾ, നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ നമുക്ക് വേണമെങ്കിൽ അതേ റേറ്റിനോ അതിനേക്കാൾ കൂടുതൽ മാക്സിമം നമുക്ക് എത്ര വരെ എടുക്കാം ലാഭം? മാർക്കറ്റിലുള്ള മാക്സിമം റീറ്റെയിൽ പ്രൈസിനനുസരിച്ച് നമുക്ക് ലാഭം എടുക്കാം. അതിനുള്ളിൽ നമുക്ക് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ രീതിയിൽ റീറ്റെയിൽ നടത്തിയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒട്ടനവധി കുടുംബങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളതാണ് കാര്യം. പക്ഷെ നമ്മൾ റീറ്റെയിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എന്തും കൂടെ ഫോക്കസ് ചെയ്യണം, ടീം ക്രിയേഷനും കൂടെ ഫോക്കസ് ചെയ്യണം. കാരണം റീറ്റെയിൽ എന്ന് പറയുന്നത് ആക്റ്റീവ് ഇൻകം മാത്രമാണ്, പാസീവ് ഇൻകം ആയിട്ട് മാറുന്നത് നമ്മളൊരു ഓൺടർപ്രണർഷിപ്പിലേക്ക് എത്തുമ്പോഴാണ്, അല്ലെങ്കിൽ ഓൺടർപ്രണറിയൽ മൈൻഡ് സെറ്റിലേക്ക് എത്തുമ്പോഴാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ടീം ക്രിയേഷൻ മസ്റ്റായിട്ട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നമ്മൾ ചെയ്യണം. റീറ്റെയിൽ മാത്രം ഫോക്കസ് ചെയ്തുകൂടാ. ഇത് കമ്പനിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണെന്ന് പറയാൻ കാരണം, അല്ലെങ്കിൽ ടീമിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന സിസ്റ്റമാണെന്ന് പറയേണ്ടി വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ഈ ഒരു മേഖലയിലേക്ക് എത്തുന്ന ഒരാളാ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു മേഖലയായിട്ടൊന്ന് മിങ്കിൾ ചെയ്യിപ്പിക്കാൻ അവർ വാങ്ങിച്ച പ്രൊഡക്റ്റുകൾ റീറ്റെയിൽ ചെയ്തോളൂ. അപ്പോൾ കസ്റ്റമറായിട്ടൊന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും, ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്ന് പഠിക്കാനും, കസ്റ്റമർ ഹാൻഡ്ലിങ് ചെയ്യുന്ന ഒരു മെത്തേഡ് പഠിക്കാനും റീറ്റെയിലിനെ ഒരു ഭാഗമാക്കി മാറ്റാറുണ്ട് ലൈവായിട്ട് ചില കമ്പനികൾ. അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളുള്ള കമ്പനികൾ, അധികം വെൽനസ് കമ്പനികളിലാണ് ഇത്തരത്തിലുള്ള പ്രവണതകൾ കണ്ടുവരുന്നത്. അപ്പോൾ നല്ലൊരു പ്രവണതയാണ്. ഒന്ന് പരിചയപ്പെടാനും മാർക്കറ്റിനെ അടുത്തറിയാനൊക്കെ അതൊരു നല്ലൊരു ടൂളായിട്ട് പ്രാക്ടിക്കൽ സെഗ്മെൻറ്റിലുള്ള കമ്പനിയുടെ തന്നെ ഭാഗമായിട്ടുള്ള, എന്നാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള, എന്നാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ഭാഗമായിട്ടുള്ള ടൂളാണ്. എൻ്റെ എല്ലാം പരിചയത്തിൽ മാസം 1-2 ലക്ഷം രൂപയോളം വരുമാനമൊക്കെ മന്ത്ലി വരുമാനം ഉണ്ടാക്കുന്ന, റീറ്റെയിൽ ചെയ്തിട്ട് മാത്രം ഇൻകം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. സോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റും കൂടെയാണ് റീറ്റെയിൽ എന്ന് പറയുന്ന പോയിന്റ്. അതിൻ്റെ ഒരു ഡീമെറിറ്റ് ഞാൻ പറഞ്ഞു. നമ്മൾ ടീം ക്രിയേഷനാണ് ഒന്നും കൂടെ ഫോക്കസ് ചെയ്യേണ്ടത്. 10 ദിവസം പനി പിടിച്ച് വീട്ടിൽ കിടന്നു കഴിഞ്ഞാൽ ഒരാളും നമുക്ക് വരുമാനം കൊണ്ടുതരാൻ ഉണ്ടാവില്ല, നമുക്കൊരു ടീം ഇല്ലെങ്കിൽ. സോ ഡ്യൂപ്ലിക്കേഷൻ, പാസീവ് ഇൻകം, ഇതൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത് ടീം ക്രിയേഷനിലാണ്. നിങ്ങളും ഫോക്കസ് ചെയ്യേണ്ടത് അത് തന്നെയാണ്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റിക്രൂട്ട്മെന്റ് എന്നുള്ളത്. എന്താണ് റിക്രൂട്ട്മെന്റ്? ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞ ടോപ്പിക്കിൽ ഇൻക്ലൂഡഡ് ആണ് ഈ ഒരു പോയിന്റ്. അതായത് റിക്രൂട്ട്മെന്റ് എന്ന് വിളിക്കുമ്പോൾ നമ്മളുടെ ഈ ഒരു ബിസിനസ് അവസരം, നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിച്ചു, നമ്മളത് റീറ്റെയിൽ ചെയ്തു അല്ലേ? ആ റീറ്റെയിൽ ചെയ്ത ആളുകൾ ആ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് നമ്മൾ ഇതിൻ്റെ ഒരു DP പ്രൈസിന് നിങ്ങൾക്കും വാങ്ങിക്കാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് ഇതിലൊരു ബിസിനസ് അവസരം കൂടിയുണ്ട്, നിങ്ങൾക്ക് ഇതുപോലെ ഒരു പ്രൊമോട്ടറായിട്ട് മാറാൻ വേണ്ടി പറ്റും, ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ബിസിനസ് ഓണറായിട്ട് മാറാൻ വേണ്ടി പറ്റുമെന്ന് പരിചയപ്പെടുത്തി ആ ഒരു വ്യക്തിനെ നമ്മുടെ പാർട്ട്ണറാക്കി മാറ്റുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ പേരാണ് ഈ പറയുന്ന റിക്രൂട്ട്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിക്രൂട്ട്മെന്റ് തീർച്ചയായിട്ടും ഒരു ടീം ക്രിയേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. MLM ഇൻഡസ്ട്രിയിൽ നോക്കിക്കഴിഞ്ഞാലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ പറയുന്ന റിക്രൂട്ട്മെന്റ് എന്നുള്ളത്. നല്ല രീതിയിൽ റിക്രൂട്ടും ചെയ്യുക, അതിനെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി, ഒരു കാലിബർ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നോളജാണ് MLM ഇൻഡസ്ട്രിയിൽ, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും വേണ്ടത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരുപാട് ആളുകളിലേക്ക് ഈ ബിസിനസ് എത്തിക്കുന്നുണ്ടെങ്കിൽ, ഒരുപാട് പാർട്ട്നേഴ്സ് നമ്മൾക്ക് കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ രീതിയിലുള്ളൊരു നമ്മുടെ ഒരു വളർച്ചയ്ക്ക് കാരണമാകും. അത്തരത്തിൽ
ഇത്തരത്തിലുള്ള വളർച്ച നമ്മൾ നേടുന്ന സമയത്ത് ഇത്തരത്തിൽ പാർട്ട്ണറായിട്ട് മാറുന്ന ഒരുപാട് ആളുകൾക്കും അതിനനുസരിച്ചിട്ടുള്ള ഒരു ഗ്രോത്തും കൂടെ ഉണ്ടാവും അല്ലേ. ലിബിനിപ്പോൾ ഒരുപാട് വരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് തീർച്ചയായിട്ടും നമ്മുടെ ടീമിനും കൂടെ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നമുക്കറിയാം, ബിസിനസ്സുകാരൊക്കെ അല്ലേ, സ്വന്തമായിട്ട് രക്ഷപ്പെടുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്, അല്ലെങ്കിൽ ഒരു ഏകാധിപതിയായിട്ട് വാഴുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അല്ലേ. പക്ഷേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ നോക്കിക്കഴിഞ്ഞാൽ, ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാവുന്നത് ഒരു ബിസിനസ്സിൻ്റെ ഒരു ഓണർ രക്ഷപ്പെടുമ്പോൾ, ട്രഡീഷണൽ മാർക്കറ്റിൽ ആ ഓണർ മാത്രം രക്ഷപ്പെടുമ്പോൾ, ഇവിടെ ആ ഒരു ഓണർ മാത്രമല്ല രക്ഷപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു ടോപ്പിൽ നിൽക്കുന്ന ഒരാൾ മാത്രമല്ല രക്ഷപ്പെടുന്നത്. അദ്ദേഹം ഒരു 10 കോടി വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കോടികൾ വരുമാനം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കിയിട്ടുള്ള 10,000 രൂപയോളം വരുമാനം മന്ത്ലി വാങ്ങിക്കുന്ന, ലക്ഷങ്ങൾ മന്ത്ലി വാങ്ങിക്കുന്ന ഒട്ടനവധി ആളുകൾക്ക് ആ വരുമാനം ഉണ്ടാക്കി കൊടുത്തത് കൊണ്ടാണ് അദ്ദേഹത്തിനും കൂടെ വരുമാനം കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഒരാളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റുന്ന ഒരു മേഖല കൂടിയാണ് ഈ ഒരു മേഖല. സോ റിക്രൂട്ട്മെൻറ്റ് എല്ലാവരും ചെയ്യുക, വളരെ വളരെ മസ്റ്റാണ് ആ ഒരു കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അത് റീറ്റെയിൻ ആണ്. ഈ റിക്രൂട്ട് ചെയ്ത ആൾക്കാരെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം? റീറ്റെയിൻ ചെയ്യണം. എന്താണ് റീറ്റെയിൻ? നിലനിർത്തുക എന്ന് പറയും. എങ്ങനെ നിലനിർത്തണം? അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള സിസ്റ്റം കൊടുക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അവർ മനസ്സിൽ കാണുമ്പോൾ, ഇന്നത്തെ അവൈക്ക് മോർണിംഗ് മീറ്റിങ്ങിൽ പോലും പറഞ്ഞൊരു കാര്യമാണ്, അവർ മനസ്സിൽ കാണുമ്പോൾ മാനത്ത് കാണുന്നവനായിരിക്കണം ലീഡർ അല്ലേ. നമ്മുടെ ടീം ചിന്തിക്കുന്ന സമയത്ത് ആ സാധനം, ടീമിന് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ ചെയ്തു കൊടുക്കുന്നവൻ്റെ പേരാണ് ലീഡർ. അപ്പോൾ അത്തരത്തിലൊരു ലീഡർ ആണെങ്കിൽ മാത്രമാണ് നമ്മുടെ ടീമിനെ, അല്ലെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിനെ നിങ്ങളുടെ ടീമിന് വളരെയധികം ഇഷ്ടപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്കൊരു സ്റ്റേബിൾ ആയിട്ട് ഒരു ഗ്രോത്തും ഒരു നെറ്റ്വർക്കും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ റീറ്റെയിനെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പറായിട്ട് എന്തൊരു ടീമിന് കൊടുക്കണം, എങ്ങനെ ഒരു ടീമിന് കൊടുക്കണം, എപ്പോൾ എന്ത് കാര്യങ്ങൾ ചെയ്തു കൊടുത്താലാണ് ആ ടീം നമ്മുടെ കൂടെ നിൽക്കുക എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് നമ്മൾ പഠിക്കാതെ, നമ്മൾ മനസ്സിലാക്കാതെ ഒരിക്കലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ നമുക്ക് മുന്നോട്ടേക്ക് പോവുക എന്ന് പറയുന്നത് അപ്രാപ്യമായിട്ടുള്ള ഒരു കാര്യം കൂടെയാണ്. അപ്പോൾ നമ്മളൊരു ടീമിനെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിനെ പ്രോപ്പറായിട്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ റീറ്റെയിൻ ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഈ ഒരു ചാനലിൽ പോലും ഒരുപാട് തവണ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് റീറ്റെയിൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട്. ഒരു ബിസിനസ് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ പ്രോസ്പെക്റ്റിംഗ് നടക്കണം, പുതിയ ആളുകളിലേക്ക് ബിസിനസ് എത്തിയും വേണം, റീറ്റെയിൻ നടക്കണം, വന്ന ആളുകളെ നിലനിർത്തിയും വേണം. പ്രോസ്പെക്റ്റിംഗ് പ്ലസ് റീറ്റെയിൻ ഒരു ഏകീകൃതമായിട്ട് പോകുന്ന ഒരു കമ്പനിക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ് കാര്യം. ഒരുപാട് ആളുകൾ വരുന്നു, ബാക്കിൽ ഒരുപാട് ആൾക്കാർ കൊഴിഞ്ഞു പോകുന്നു. പുതിയ ആളുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്, ബാക്കിൽ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ആ ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്ത് നിലനിർത്താൻ പറ്റുന്നുണ്ടോ ആ കമ്പനിക്ക്? ഇല്ല. അപ്പോൾ ആ ബിസിനസ് വളരുന്നില്ല എന്നുള്ളതാണ് സത്യം. കമ്പനിയുടെ ടേൺ ഓവർ കൂടിയിട്ടുണ്ട്, കാര്യങ്ങളുണ്ട്, കമ്പനിക്ക് മാത്രമാണ് മെച്ചം, പക്ഷേ ആളുകൾക്ക് മെച്ചമില്ലാത്തത് കൊണ്ട് ഒരുപാട് ആൾക്കാർ കൊഴിഞ്ഞു പോകുന്നു അല്ലേ. അപ്പോൾ ഇത്തരത്തിലൊരു പ്രവണതയെ തടയാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പറ്റുന്നതാണ്. അടുത്തതും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ളൊരു പോയിന്റാണ് റീപർച്ചേസ് എന്നുള്ളത്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വൺ ടൈം ആയിട്ട് ഒരു കസ്റ്റമർ വന്നു, പക്ഷേ ആ കസ്റ്റമർ വൺ ടൈം കസ്റ്റമർ മാത്രമാണ്, പിന്നീട് അങ്ങോട്ടേക്ക് ഒരു രീതിയിൽ ആക്ടിവിറ്റിയോ ആ ബിസിനസ്സിൽ അദ്ദേഹം ചെയ്യുന്നില്ലെങ്കിൽ, അതായത് ഇവിടെ ഉദ്ദേശിച്ചത് റീപർച്ചേസ് ആണ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചർ, വാട്ട് ഈസ് ദ ഫ്യൂച്ചർ ഓഫ് MLM ഇൻഡസ്ട്രി, അല്ലെങ്കിൽ MLM ഇൻഡസ്ട്രീനെ എന്തുകൊണ്ട് പാസീവ് ഇൻകം മോഡലായിട്ട് കാണുന്നത്, ഒരു ബിസിനസ് എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് പോലും ചോദിച്ചാൽ പോലും അതിൻ്റെ ബേസ്മെൻ്റ് ആയിട്ടുള്ളൊരു ഉത്തരം വരുന്നത് റീപർച്ചേസിലാണ്. ഒരു തവണ ഒരു കസ്റ്റമറായിട്ട് വരികയും നിരവധി തവണ നമ്മുടെ കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളും അത്തരത്തിലുള്ള കാര്യങ്ങളും ഉള്ള കമ്പനികൾക്കാണ് തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റീപർച്ചേസ് സെഗ്മെൻറ്റിന് ഇന്ന് ഒരുപാട് കമ്പനികൾ മാർക്കറ്റിൽ വലിയ വലിയ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. റീപർച്ചേസിനെ ബൂസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പല ഓഫറുകളും പല കാര്യങ്ങളും വെക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യം കൂടെയാണ്, നല്ലൊരു അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ബേസ് പോയിന്റ് പോലും റീപർച്ചേസിലാണ് വരുന്നത് MLM ഇൻഡസ്ട്രിയുടെ. അങ്ങനെയാണെങ്കിൽ എല്ലാ കമ്പനികളും വളരെ സീരിയസ് ആയിട്ട് സിൻസിയർ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ എന്താണ്? റീപർച്ചേസ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മുടെ ടീമിൽ റീപർച്ചേസ് നടക്കുന്നുണ്ടോ, നമ്മൾ റീപർച്ചേസ് ചെയ്യുന്നുണ്ടോ, നമ്മളുടെ റീപർച്ചേസ് ഇൻകം എത്രയാണ്? ഫ്യൂച്ചർ ഓഫ് MLM ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇൻകത്തിൻ്റെ ഫ്യൂച്ചറും എന്താണ് വരുന്നത്? റീപർച്ചേസ് ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് വിലയിരുത്തുക, മനസ്സിലാക്കുക, അതിനനുസരിച്ച് കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. റീപർച്ചേസ് എന്താണ്? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു വിഷയത്തിലെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റും വളരെയധികം സീരിയസ് ആയിട്ട് നിങ്ങൾ കാണേണ്ട മറ്റൊരു പോയിന്റ് അത് റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ ഉത്തരവാദിത്തം. എന്തൊക്കെ ഉത്തരവാദിത്തം ആസ് ആൻ അപ്ലൈൻ, ആസ് എ ലീഡർ നിങ്ങൾക്കുണ്ടോ അതൊക്കെ വളരെ ഭംഗിയായിട്ട് നിറവേറ്റുക. ഒരു ഈഗോ ഇല്ലാതെ, ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതി ഇല്ലാതെ, മറ്റൊരാളെ കുറിച്ചിട്ട് അൺവാണ്ടഡ് ആയിട്ട് അണ്ണത്തികളായിട്ട് ഒരു ടോക്ക് ചെയ്യാതെ,
താൻ എന്താണോ ചെയ്യുന്നത് അതിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നല്ല നല്ല അപ്ഡേഷൻ ടീമിന് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ ടീം മനസ്സിൽ കാണുമ്പോൾ നിങ്ങൾ മാനത്ത് കണ്ടുകൊണ്ട് അത് കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ട് ആര് മാറണം? നമ്മൾ മാറണം. നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ബാധ്യതകളുണ്ട്, ടീമിൻ്റെ കോർഡിനേഷൻ ഉണ്ട്, ടീമിൻ്റെ പ്രോഗ്രാമുകളുണ്ട്, വൺ ടോൺ ഉണ്ട്, ഹോം മീറ്റിംഗ്സ് ഉണ്ട്, അല്ലേ? ഇത്തരത്തിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഇതൊക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യുക, അവരുടെ കൂടെ നിൽക്കുക, അല്ലേ? അവരുടെ കൂടെ നിൽക്കുന്ന നല്ലൊരു മെൻറ്ററായിട്ട് മാറുക, നല്ലൊരു ലീഡറായിട്ട് മാറുക, നല്ലൊരു വ്യക്തിത്വമായിട്ട് മാറുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഡ്യൂട്ടീസാണ്, റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാണ്ട്, നിങ്ങൾക്കറിയാം ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ വേറെ രീതിയിലേക്ക് എത്തും എന്നുള്ളത് അറിയാം. നമ്മൾ ഒട്ടനവധി കണ്ടന്റുകൾ പല രീതിയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ ഒന്ന് വിലയിരുത്തി നോക്കുക. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 5 Rകൾ വളരെയധികം പ്രധാനപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ട്. ആ പ്രധാനപ്പെട്ടതായിട്ട് തോന്നിയിട്ടുള്ള ഒരു വളരെ കുഞ്ഞൊരു വീഡിയോ, ഒരു ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റിയെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കണ്ടന്റുകളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നും കൂടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. ബൈ.